ജീവിതം തുടങ്ങുകയാണ്. ആ പരലോകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അവിടെ നമുക്ക് വിജയം വരിക്കുന്നതിന് എന്ത് ചെയ്യാൻ കഴിയും, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. മഹാനായ ഷേഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന് 49 മക്കളുണ്ടായിരുന്നു. 27 ആൺമക്കളും 22 പെൺമക്കളും. സ്വന്തമായി അദ്ദേഹത്തിന് 7 കപ്പലുണ്ടായിരുന്നു. വലിയ സമ്പന്നനായിരുന്നു. 50-ാമത്തെ വയസ്സിൽ ആദ്യ വിവാഹത്തോടു കൂടി തുടർന്ന് 4 വിവാഹം കഴിച്ചു. ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടും മഹാനായ ഷേഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ദീനിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്കോ ഇബാദത്തുകൾക്കോ പരലോകത്തേക്കുള്ള ഒരുക്കുകൾക്കോ അദ്ദേഹത്തിന് യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. ഇതാണ് അദ്ദേഹത്തിന്റെ ആണ്ടുമായി ബന്ധപ്പെട്ട് നാം സംഘടിപ്പിക്കുന്ന ഈ മഹത്തായ വേദിയിൽ നാം അനുസ്മരിക്കേണ്ട ഒരു കാര്യം. പടച്ച തമ്പുരാൻ അദ്ദേഹം ജീവിച്ച സഞ്ചരിച്ച മാർഗത്തിലൂടെ സഞ്ചരിച്ച് ഉന്നതങ്ങളിലെത്താൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ആഖിറത്തിലേക്ക് നാം ഒരുക്കേണ്ടുന്ന ഒരുക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുക്ക് ഈമാനാണ്. ഉറച്ച വിശ്വാസം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഉറച്ച വിശ്വാസം. ആ ഇബാദത്ത്, ആ ഈമാൻ, രൂഢമൂലമായ ഈമാൻ മഹാനായ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രവാചകത്വം കിട്ടിയത് മുതൽ മഹാനായ നബി തങ്ങൾ സുദീർഘമായ 10 വർഷക്കാലം മക്കയിൽ പ്രബോധനം ചെയ്തത് ഈമാനിനെ കുറിച്ച് മാത്രമായിരുന്നു. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തെ പറ്റി പറഞ്ഞില്ല, സക്കാത്തിനെ പറ്റി പറഞ്ഞില്ല, നോമ്പിനെ പറ്റി പറഞ്ഞില്ല, മറ്റ് ഇബാദത്തുകളല്ല ചർച്ച ചെയ്തത്. സുദീർഘമായ 10 വർഷക്കാലം ഈമാൻ സ്ഥിരപ്പെടുക, ഈമാൻ ഉറപ്പിക്കുക, അതിനെന്താണ് വേണ്ടത് എന്നാണ് മഹാനായ പ്രവാചകൻ സ്വഹാബത്തുകൾക്ക് വിശദീകരിച്ചു കൊടുത്തത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായി പരലോകത്തെ വിജയത്തിന് വേണ്ടുന്ന ഒരുക്കുകളിൽ പ്രധാനമായ ഒരു ഒരുക്ക് എന്ന് പറയുന്നത് ഈമാനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഈമാൻ അതങ്ങ് രൂഢമൂലമാകണം, ഹൃദയത്തിനകത്ത് ഉറയ്ക്കണം. അത് ഉറച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് പരലോക വിജയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്ത് അവനെത്തിയിരിക്കുന്നു. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തുമാറാകട്ടെ. രണ്ടാമത് പരലോകത്തേക്കുള്ള ഒരുക്കുകളിൽ രണ്ടാമത്തെ ഒരുക്ക് ഇബാദത്താണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ പ്രായപൂർത്തിയായത് മുതൽ അവന് ഒരിക്കലും ഉപേക്ഷിക്കാൻ കഴിയാത്ത നിലയിൽ നിർബന്ധമായും അനുഷ്ഠിക്കേണ്ടുന്ന, പടച്ചവന് വേണ്ടി ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾക്കാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അല്ലാഹു ഇബാദത്തിന് ഏറ്റവും ബന്ധപ്പെട്ടവനാണ്. എന്തുകൊണ്ട് അല്ലാഹു ഇബാദത്തിന് ബന്ധമായി? ലോകത്തുള്ള ഒരു വസ്തുവും ഇബാദത്തിന് ബന്ധമല്ല, ഇബാദത്തിന് ബന്ധമാക്കുന്നില്ല, ഇബാദത്തിന് അർഹതയുള്ളതല്ല. ഉടമസ്ഥനായ പടച്ച തമ്പുരാൻ മാത്രമാണ് ഇബാദത്തിന് അർഹതയുള്ളത്. എന്തുകൊണ്ട്? ഖുർആൻ തന്നെ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ് اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. വിശുദ്ധ ഖുർആനിൽ ബയ്യനല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ അറിയിക്കുകയാണ് എന്തുകൊണ്ട് അല്ലാഹു ഇബാദത്തിനെ സ്വീകരിക്കുന്നതിന് അർഹനാകുന്നു. അല്ലാഹു അല്ലാത്ത സൃഷ്ടികൾ, അല്ലാഹു അല്ലാത്ത വസ്തുക്കൾ ഒന്നും ഇബാദത്തിനെ ബന്ധമാക്കുന്നില്ല. അല്ലാഹു മാത്രമാണ് ഇബാദത്തിനെ ബന്ധമാക്കുന്നവൻ. എന്തുകൊണ്ട്? യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖകും, നിങ്ങളെ സൃഷ്ടിച്ച പടച്ച തമ്പുരാനെ നിങ്ങൾ ആരാധിക്കുക. വല്ലദീന മിൻ ഖബലികും, നിങ്ങൾക്ക് മുൻപുള്ളവരെയും സൃഷ്ടിച്ച സൃഷ്ടാവിനെ നിങ്ങൾ ആരാധിക്കുക. അപ്പൊ ആരാധിക്കുക എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളോട് നിർബന്ധിക്കാനുള്ള കാരണം അടിമകളെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ് എന്നതാണ്.
അടിമകളെ മുഴുവനും സൃഷ്ടിച്ചത് ഉടമസ്ഥനായ അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനെ ആരാധിക്കുക. ഉഅ്ബുദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശാ. എങ്ങനത്തെ പടച്ച തമ്പുരാൻ അവൻ ഭൂമിയെ പരത്തിയതാക്കി, വസ്സമാഅ ബിനാഅ ആകാശത്തെ ഒരു തട്ട് പോലെയാക്കി, വഅൻസല മിനസ് സമാഇ മാഅ ആകാശത്തു നിന്ന് വെള്ളത്തെ ഭൂമിയിലേക്ക് ഇറക്കി, ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും ആ വെള്ളം കാരണമായി മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റുന്ന സകല വിഭവങ്ങളെയും ഭൂമിയിൽ നിന്ന് പുറപ്പെടുവിച്ചു. അല്ലാഹു തആല മഴ കാരണമായി സകല വിഭവങ്ങളെയും ഭൂമിയിൽ നിന്ന് പുറപ്പെടുവിച്ചു. വഅൻസല മിനസ് സമാഇ മാഅ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചു, ഒന്നാമത്തെ കാര്യം. രണ്ട്, ഭൂമിയെ ജീവിക്കുന്നതിന് ഒരു പറ്റിയ നിലയിൽ അല്ലാഹു തആല പരത്തി വിശാലമാക്കി നമുക്ക് നൽകി. രണ്ട്, ആകാശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തട്ട് പോലെ നിർത്തി. നാലാമത്തത്, ആകാശത്ത് നിന്ന് അല്ലാഹു തആല ഭൂമിയിലേക്ക് വെള്ളത്തെ ഇറക്കി. അഞ്ച്, ആ വെള്ളം കാരണമായി ഭൂമിയിൽ നിന്ന് സകല വിഭവങ്ങളെയും പുറപ്പെടുവിച്ചു. ഇതാരാ ചെയ്ത? പടച്ച തമ്പുരാനല്ലാതെ ഈ കാര്യങ്ങളിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ? അല്ലാഹു അല്ലാതെ മറ്റാരെങ്കിലുമാണ് സൃഷ്ടിച്ചെന്ന് പറയാൻ പറ്റുമോ? അല്ലാഹു അല്ലാത്ത ഒരു ശക്തിയാണ് ഈ ഭൂമിയെ ഈ നിലയിൽ പരത്തിയതെന്ന് പറയാൻ കഴിയോ? ആകാശത്തെ ഒരു തൂണ് പോലും ഇല്ലാതെ ഈ നിലയിൽ നിലനിർത്തിയത് അല്ലാഹു അല്ലാതെ മറ്റാരെങ്കിലും എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ആകാശത്ത് നിന്ന് വെള്ളത്തെ ഭൂമിയിലേക്ക് ഇറക്കുന്നത് ആരാണ്? പടച്ച തമ്പുരാൻ. അല്ലാഹു അല്ലാത്ത മറ്റാരെങ്കിലും ആണെങ്കിൽ നമുക്കിപ്പോ പോയി പറഞ്ഞൂടെ, ഒന്ന് വെള്ളം ഇറക്കണമെന്ന്? ആപ്പാടെ ബുദ്ധിമുട്ടാണ്, മഴയില്ല എന്ന്. അല്ലാഹു നമുക്ക് നല്ല മഴ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, പടച്ച തമ്പുരാന്റെ കുതിർത്ത് മാത്രമാണ്, കഴിവ് മാത്രമാണ്. അവൻ മഴ പെയ്യണമെന്ന് തീരുമാനിക്കുമ്പോൾ മഴ പെയ്യും, വേണ്ടാന്ന് വിചാരിച്ചാൽ മഴയില്ല. ഇത് അല്ലാഹുവിന്റെ മാത്രം പ്രത്യേകമായ പടച്ച തമ്പുരാന്റെ തീരുമാനമനുസരിച്ചേ നടക്കും. അപ്പൊ ചുരുക്കത്തിൽ ഈ പറഞ്ഞു വന്നത്, ഈ കാര്യങ്ങളെല്ലാം അല്ലാഹു മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആരാധന അവന് വേണ്ടി മാത്രമാകണം. അവനല്ലാതെ ഒരു വസ്തുവിനെ എങ്ങനെ ആരാധിക്കാൻ കഴിയും? അവനല്ലാതെ ഒരു വസ്തുവിനെ എങ്ങനെ വിളിക്കാൻ കഴിയും? അവനല്ലാതെ ഒരു വസ്തുവിന്റെ പുറകെ എങ്ങനെ പോകാൻ കഴിയും? ആ പടച്ച തമ്പുരാനാണ് നമ്മെ സൃഷ്ടിച്ചത്, ഈ സംവിധാനങ്ങളൊക്കെ ചെയ്യുന്നത്, വായു തരുന്നത്, വെള്ളം തരുന്നത്, മക്കളെ തരുന്നത്, രോഗം ശിഫാക്കുന്നത്, ഇതൊക്കെ ആ പടച്ച തമ്പുരാനാണ്. അതിലൊന്നും ആർക്കും സംശയമില്ല. ഇതൊക്കെ ആണെങ്കിൽ ഇതിലൊന്നും മറ്റാർക്കും യാതൊരു പങ്കുമില്ല എന്ന് ഉറച്ചു വിശ്വസിക്കാനാണ് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ സുദീർഘമായ 10 വർഷക്കാലം അവിടെ പഠിപ്പിച്ചത്, ഖുറൈശികളോട് പഠിപ്പിച്ചത്. ഇതിൽ ആർക്കും പങ്കില്ല എന്ന് വിശ്വസിക്കാൻ. നിങ്ങൾക്കറിയാം, ആകാശത്ത് നിന്ന് വെള്ളമിറക്കിയവൻ അല്ലാഹുവാണ്. ഭൂമിയിൽ നിന്ന് വിഭവങ്ങളെ പുറപ്പെടുവിച്ചവൻ പടച്ച തമ്പുരാനാണ്. നിങ്ങളെ സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ്. അതുപോലെ തന്നെ നിങ്ങളെ മുൻഗാമികളെ സൃഷ്ടിച്ചതും അല്ലാഹുവാണ്. ഭൂമിയെ പരത്തിയവൻ അല്ലാഹുവാണ്. രോഗത്തെ സൃഷ്ടിക്കുന്നവനും ശിഫാക്കുന്നവനും അല്ലാഹുവാണ്. മക്കളെ തരുന്നവൻ അല്ലാഹുവാണ്. ഇതൊക്കെ നിങ്ങൾക്കറിയാമെങ്കിൽ പിന്നെന്തിനാ നിങ്ങൾ അല്ലാഹുവിനോടൊപ്പം മറ്റു വസ്തുക്കളെ കൂടെ പങ്കു ചേർക്കുന്നത്? നിങ്ങൾ എന്തിനാ മറ്റു വസ്തുക്കളെ പങ്കു ചേർക്കുന്നത്? അതെല്ലാം നിങ്ങൾ മാറ്റിവെക്കുക. ഉടമസ്ഥനായ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇബാദത്ത് ഉടമസ്ഥനായ അല്ലാഹുവിന് വേണ്ടി മാത്രമാവുക. ഭൗതിക ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് അല്ലാഹുവിന് വേണ്ടി മാത്രം ചെയ്യുന്നവരെയും അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി ഇബാദത്താക്കുന്നവരെയും അല്ലാഹു ഭൗതിക ലോകത്ത് ഒന്നുപോലെയാ പരിഗണിക്കുന്നത്. വ്യത്യാസമില്ല. കാരണം ഭൗതിക ലോകത്തിന് അല്ലാഹു തആല ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല. ഭൗതിക ലോകം ഒരു നിസ്സാരമാണ്. ഭൗതിക ലോകം നിസ്സാരമാണ്. സുദീർഘമായ ഒരു കാലഘട്ടത്തെ ജീവിതത്തിന് വേണ്ടി അല്ലാഹു തിരഞ്ഞെടുത്ത ഈ സുദീർഘമായ ഒരു കാലഘട്ടത്തിന്റെ വിജയത്തിന് വേണ്ടി അല്ലാഹു തആല തിരഞ്ഞെടുത്ത ഈ ഭൗതിക ലോകത്തെ പ്രായപൂർത്തിക്ക് ശേഷമുള്ള കാലയളവ്, ആ കാലയളവിലുള്ള ഇബാദത്തുകളാണ്, ആ കാലയളവിലുള്ള പരിശ്രമങ്ങളാണ്, ആ കാലയളവിൽ നാം സംഭരിക്കുന്ന ഒരുക്കുകളാണ് നാളെ പരലോകത്ത് നമ്മെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, നാം ഇവിടെ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. എന്തെന്നറിയോ? പരലോകം എന്ന് പറയുന്നത് മനുഷ്യന്റെ വഫാത്ത് മുതൽ ആരംഭിക്കുകയാണ്. മനുഷ്യൻ മരിച്ചത് മുതൽ ആരംഭിക്കുകയാണ്.
മരിച്ചത് മുതൽ ഏകദേശം ലോകാവസാനം വരെ അതിങ്ങനെ നീണ്ടുപോകും. ലോകാവസാനത്തിന് ശേഷം അല്ലാഹു മാത്രമുള്ള ഒരവസ്ഥയുണ്ട്. അതിനുശേഷം പിന്നീട് കുറെ കാലം കഴിഞ്ഞ് പിന്നെ മനുഷ്യരെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവജാലങ്ങളെയും വീണ്ടും പുനർജീവിപ്പിക്കും. പുനർജന്മത്തിന് ശേഷം ആ ബഅസിന് ശേഷം പിന്നീട് അങ്ങോട്ട് സുദീർഘമായ കാലം അതിനൊരു അവസാനമില്ല, ഒരവസാനവുമില്ല. അവിടെ വിജയിക്കുന്നവർ ശാശ്വതമായ വിജയത്തിലും പരാജയപ്പെടുന്നവർ ശാശ്വതമായ പരാജയത്തിലുമാണ്. അല്ലാഹു തആല നമ്മെ പരിപൂർണമായി വിജയം വരിച്ച വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, നാം ചിന്തിക്കേണ്ട ഒരു പ്രധാന വിഷയം, ഒരു മനുഷ്യൻ ഇവിടെ 40, 50, 60 വർഷം ഇവിടെ ജീവിക്കുന്നു. ഈ ജീവിതത്തിനിടയിൽ 15 വയസ്സ് വരെ പ്രായപൂർത്തിയായിട്ടില്ല. ഇസ്ലാമിക വീക്ഷണത്തിൽ പ്രായപൂർത്തിയാകുന്നത് 15ാമത്തെ വയസ്സ്, 15 വയസ്സ് പൂർത്തിയാകുമ്പോഴാണ്. അതിനുശേഷം ഒരു 10 വർഷക്കാലം, ഒരു 25 വയസ്സ് വരെ മാതാപിതാക്കളുടെ സംരക്ഷണയിൽ തന്നെയാണ് വളരുന്നത്. വിവാഹവുമായി ബന്ധപ്പെട്ട് പിന്നെ സ്വന്തമായി ജീവിക്കാൻ തുടങ്ങുകയാണ്. ആ സ്വന്തമായി ജീവിക്കാൻ തുടങ്ങിയതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഒരു 25, 30, 40 വർഷം ഈ ഭൂമിയിൽ ജീവിക്കുന്നു. ഈ ജീവിക്കുന്ന കാലഘട്ടത്തിൽ മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ഒക്കെയുള്ള സമ്പാദനവും കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഈ 40 വർഷത്തെ അല്ലെങ്കിൽ 30 വർഷത്തെ ജീവിതത്തിന്റെ കാലയളവിൽ അവന്റെ പരിശ്രമം, ആ ഒരു ജീവിത കാലയളവിന് വേണ്ടി അവൻ ശക്തമായ പരിശ്രമം നടത്തുന്നു. എന്നാൽ ഈ കാലയളവിലാണ് ഇവൻ സുദീർഘമായ പരലോകത്തിന് വേണ്ടി പരിശ്രമിക്കാനുള്ളത്. സുദീർഘമായ ആ പരലോകത്തിന് വേണ്ടി പരിശ്രമിക്കാതെ 25-30 വർഷത്തെ അവന്റെ ഭൗതിക ലോകത്തിന് വേണ്ടി പരിശ്രമിക്കുന്നതിലൂടെ അവന്റെ പരലോകത്തെ നശിപ്പിക്കുന്നവൻ അവൻ ബുദ്ധിമാനാണോ അതല്ല മണ്ടനാണോ എന്ന് യാതൊരു ബുദ്ധിമാനും മനസ്സിലാകും. തീർച്ച പരലോകത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവനാണ് ബുദ്ധിമാൻ. അൽ ഖയ്യിസു ബുദ്ധിമാൻ, അൽ ഖയ്യിസു ബുദ്ധിമാൻ പരലോകത്തേക്ക് വേണ്ടി പരിശ്രമിക്കുന്നവനാണ്. മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി, അതിന്റെ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവനാണ്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മൾ പരലോകത്തേക്ക് വേണ്ടി പരിശ്രമിക്കുന്നു. പരലോകത്തേക്ക് വേണ്ടി പരിശ്രമിക്കണം. നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി നാം ഇവിടെ എക്സർസൈസ് നടത്താറുണ്ട്, ഓടാറുണ്ട്, മരുന്ന് കുടിക്കാറുണ്ട്, അതുപോലെ കഷായം കുടിക്കാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. അതൊക്കെ നമ്മുടെ ശരീരത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. എന്നാൽ ഇതേ ശരീരത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി, മരണത്തിന് ശേഷം ഈ ശരീരത്തിന്റെ ഗുണത്തിന് വേണ്ടി, ശരീരത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നാം എന്തു ചെയ്യുന്നു? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ചിന്തിക്കുന്നു. അങ്ങനെ പരലോകത്ത് ഈ ശരീരത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി ചെയ്യുന്ന, പ്രവർത്തിക്കുന്ന, നന്മ പ്രവർത്തിക്കുന്നവർ അവരാണത്രേ ബുദ്ധിമാന്മാർ. ഇവിടെ നമ്മുടെ മക്കൾക്ക് ഒരു ഭാവി ഉണ്ടാകണം, ആ ഭാവിയിൽ നമ്മളെ മക്കൾ ഉയർന്നു വരണം എന്നൊക്കെ ആഗ്രഹിക്കാറുണ്ട്. മക്കൾക്ക് അസുഖവും രോഗവും ഒന്നും വരാതിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ ഈ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നാളെ പരലോകത്ത് നമ്മുടെ മുന്നിൽ വെച്ച് തന്നെ അവരെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരവസ്ഥ ഏതെങ്കിലും രക്ഷകർത്താക്കൾക്ക് സഹിക്കാൻ കഴിയുമോ? അപ്പോൾ പരലോകത്തെ പറ്റി ഉറച്ചു വിശ്വാസമുള്ളവർ എന്തുകൊണ്ട് ഈ മക്കൾക്ക് ദുനിയാവിലൊരു ആപത്ത് വരുന്നതിനേക്കാൾ വലുതാണ് പരലോകത്തൊരു ആപത്തുണ്ടാകുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് ആ പരലോകത്തേക്ക് വേണ്ടി മക്കളെ പ്രോത്സാഹിപ്പിക്കാത്തത് എന്തുകൊണ്ട്? നാം ചിന്തിക്കേണ്ട വിഷയം അവിടെയാണ്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഭൗതിക ലോകം എന്ന് പറയുന്നത് നശ്വരവും നൈമിഷികവുമാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുന്നത് മനുഷ്യത്വത്തെ മാത്രമാണ്, ഇൻസാനിയത്തിനെ മാത്രമാണ്. ഇവിടെ മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും എല്ലാ വിഭാഗക്കാരനും അല്ലാഹു തആല ആഹാരം കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു, വായു കൊടുക്കുന്നു, മക്കളെ കൊടുക്കുന്നു, ശിഫ കൊടുക്കുന്നു. നാളെ പരലോകത്ത് അല്ലാഹു തആല പരിഗണിക്കുന്നത് ഈമാനിനെയും ഇബാദത്തിനെയുമാണ്. ഇവിടെ ഈമാനും ഇബാദത്തും പരിഗണനയുമല്ല ഭൗതിക ലോകത്ത്. ഇവിടെ ഒരാള് ശരിക്ക്, ഉദാഹരണത്തിന് മസൂദ് ഹാജിയാർ തന്നെ ശരിക്ക് ഇബാദത്തുകൾ ചെയ്തു, ശരിക്ക് ശക്തമായി ഈമാനുണ്ട് എന്ന് വിചാരിച്ചു ഒരു അസുഖവും വരാതിരിക്കുക, ഒരു അസുഖവും വരാൻ പാടില്ല, കാരണം ഇബാദത്തുള്ള ആളാണ്
ഈമാനുള്ളയാളാണ്. അത് ദുനിയാവിൽ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇവിടെ സാധാരണ പോലെ അസുഖം വരും, മറ്റു ബുദ്ധിമുട്ടുകൾ വരും, ദാരിദ്ര്യം വരും, മരണം വരും, ഒക്കെ ഇവിടെ വരും. ഈമാനും ഹിദായത്തും അല്ലാഹു തആല പരിഗണിക്കുന്ന നാളെ പരലോകത്താണ്. ഇഹലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുന്നത് ഇൻസാനിയത്തിനെയാണ്. അതുകൊണ്ടല്ലേ എല്ലാ വിഭാഗം ജനങ്ങളും ഇവിടെ ജീവിക്കുന്നത്. ശിർക്ക് വെക്കുന്നവർക്ക് അല്ലാഹു തആല ആഹാരം കൊടുക്കുന്നില്ലേ? കുഫർ വെക്കുന്നവർക്ക് അല്ലാഹു ആഹാരം കൊടുക്കുന്നില്ലേ? മദ്യപിച്ചു മതോന്മത്തനായി പരിശുദ്ധ ദീനിനെതിരെ വെല്ലുവിളിക്കുന്ന ഈ സമുദായത്തിൽപ്പെട്ടവർക്ക് അല്ലാഹു സുഖകരമായി ജീവിക്കാനുള്ള സംവിധാനം കൊടുക്കുന്നില്ലേ? എന്തുകൊണ്ട്? അല്ലാഹു തആല ദുനിയാവിനെ പരിഗണിച്ചിട്ടില്ല. എന്നായാലും നമ്മൾ അല്ലാഹുവിന്റെ അടുക്കലേക്ക് പോകാനുള്ളവരാണ്. എന്നായാലും ആ പടച്ചതമ്പുരാന്റെ അടുക്കലേക്ക് പോകുമ്പോൾ അവൻ കൃത്യമായി വിചാരണ നടത്തും. അവൻ നമ്മെ എല്ലാം വിചാരണ നടത്തും. ആ വിചാരണയിൽ അല്ലാഹു നമ്മെ വിജയിപ്പിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അതുകൊണ്ട് ഉടമസ്ഥനായ പടച്ചതമ്പുരാന് വേണ്ടി ആത്മാർത്ഥമായി ഇബാദത്ത് ചെയ്യുക. നാളെ പരലോകത്തിന്റെ വിജയത്തിന് വേണ്ടി ഇബാദത്ത് ചെയ്യുക. അല്ലാഹു തആല ഇബാദത്തും ഈമാനും പരിഗണിക്കുന്ന നാളെ പരലോകത്താണ്. മനുഷ്യന്റെ ജീവജാലങ്ങൾ മുഴുവനും ഇവിടെ ജീവിച്ച് ഇങ്ങനെ പോയി അങ്ങനെ വെക്കൊണ്ടിരിക്കുമെന്നാണ്. ഇനി ഇതിനപ്പുറത്തുള്ളത് ആകെ ഒരു പുനർജന്മം എന്ന ഒരു പരിപാടി ഇല്ല എന്ന് വെച്ചാൽ ഇത്ര വലിയ ഒരു സംവിധാനത്തിന്റെ ആവശ്യമുണ്ടോ? എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ ഭൂമിയിൽ നിന്നും ഏകദേശം 60,50,00,000 കിലോമീറ്ററുകൾക്ക് അകലെ ചൊവ്വാഗ്രഹത്തിൽ ഗവേഷണം നടത്താൻ പറ്റിയ അത്ര ശാസ്ത്രം പുരോഗമിച്ച ഈ കാലഘട്ടത്തിൽ ചൊവ്വയിൽ എന്ത് നടക്കുന്നു, അവിടെ മനുഷ്യരുണ്ടോ എന്ന ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയിൽ ഇരുന്നു കൊണ്ട് അത് വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അത്രത്തോളം ശാസ്ത്രം പുരോഗമിച്ച ഈ കാലഘട്ടത്തിൽ ഉടമസ്ഥനായ പടച്ചതമ്പുരാനെ കാണാനോ, പടച്ചതമ്പുരാന്റെ കുദറത്തിനെ പറ്റി മനസ്സിലാക്കാനോ, പടച്ചതമ്പുരാനെ പ്രാപിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഗുണത്തെ പറ്റി മനസ്സിലാക്കാനോ രാഷ്ട്രങ്ങൾ തയ്യാറാകുന്നില്ല. അതിനെപ്പറ്റി ഗവേഷണങ്ങൾ നടക്കുന്നില്ല. ഭൗതികമായ 25, 30, 40 വർഷത്തെ കാലയളവിന്റെ വിജയത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ മാത്രമാണ് ഇവിടെ നടക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇബാദത്തുകൾ, ഈമാൻ ഇബാദത്ത്, ഇത് രണ്ടിലൂടെ അല്ലാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനം കരസ്ഥമാക്കുക. ഇതാണ് ദീനുൽ ഇസ്ലാമിന്റെ തത്വം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൗതിക ലോകത്ത് പരിഗണിക്കുന്നത് ഇൻസാനിയത്തിനെ മാത്രമാണ്. അതുകൊണ്ട് അല്ലാഹു തആല ഇങ്ങനെ മനുഷ്യനെ ഇവിടെ പൂർണ്ണമായി ജീവിക്കാൻ അനുവദിക്കുന്നു. അവന്റെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് 100 അനുഗ്രഹമുണ്ട്. ഒറ്റ അനുഗ്രഹം മാത്രമാണ് ഇവിടെ ചൊരിഞ്ഞിട്ടുള്ളത്. ഇനി 99 അനുഗ്രഹം അല്ലാഹു തആല പരലോകത്തേക്ക് വേണ്ടി ചിന്തിച്ചു വെച്ചിരിക്കുന്നു. മുഅ്മിനീങ്ങൾക്ക് വേണ്ടി മാത്രം. അല്ലാഹു തആല ആ മുഅ്മിനീങ്ങളിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, ആ ഇബാദത്തുകൾ ഉടമസ്ഥനായ അല്ലാഹുവിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ പ്രധാനമായും വേണ്ട ഒരു കാര്യം ഇഖ്ലാസ്, ആത്മാർത്ഥത. നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ ആത്മാർത്ഥത വേണം. അടിമകൾ അവരുടെ ഉടമകൾക്ക് വേണ്ടി, ഉടമസ്ഥനായ പടച്ചതമ്പുരാന് വേണ്ടി ചെയ്യുന്ന ആരാധനകൾ, ഇബാദത്തുകൾ വളരെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ളതാകണം. ആത്മാർത്ഥതയിൽ അധിഷ്ഠിതമായതാകണം. ഇന്ന് സാധാരണഗതിയിൽ നാം നമ്മുടെ ഉസ്താദന്മാർക്ക് വേണ്ടി ചെയ്താലും നല്ല ആത്മാർത്ഥമായി ചെയ്യും, അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്താലും ആത്മാർത്ഥമായി ചെയ്യും, മറ്റൊരാളിന് വേണ്ടി ചെയ്താലും ആത്മാർത്ഥമായി ചെയ്യും. കാരണം എന്റെ മോൻ കൊള്ളാം, അല്ലെങ്കിൽ എന്റെ ശിഷ്യൻ കൊള്ളാം, അല്ലെങ്കിൽ ഇന്നവൻ കൊള്ളാം എന്ന് പറയാൻ വേണ്ടി. ഉടമസ്ഥനായ അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന വിഷയം പരിഗണിക്കുമ്പോ വുളു എടുക്കുക, എങ്ങനെയെങ്കിലും വുളു എടുക്കുക, കയറി വരിക, എങ്ങനെയെങ്കിലും നിസ്കരിക്കുക, നിസ്കരിച്ചു എന്ന് വരുത്തി തീർത്തു പോവുക, ഇതൊന്നും നാം കാണുന്ന ഒരു സ്ഥിരം പരിപാടിയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉടമസ്ഥനായ പടച്ചതമ്പുരാന് വേണ്ടി അവൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ മുന്നിൽ വെച്ച് നാം ചെയ്യുന്ന ഇബാദത്തുകൾ അവൻ അംഗീകരിക്കേണ്ടതുണ്ടെന്ന വിശ്വാസത്തോടു കൂടി, ഭയഭക്തിയോടെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ നിന്നും ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരത്തക്ക നിലയിൽ ആത്മാർത്ഥതയിൽ അധിഷ്ഠിതമായ ഇബാദത്തല്ലാതെ അല്ലാഹു പരിഗണിക്കുകയില്ല. അല്ലാഹു പരിഗണിക്കുന്ന ഇബാദത്ത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഇബാദത്തുകളാണ്. മഹാനായ അതാഉസ്സലമി റളിയല്ലാഹു അൻഹു, അതാഉസ്സലമി റളിയല്ലാഹു തആല അൻഹു ഒരു നല്ല നെയ്ത്തുകാരനാണ്.
മഹാനായ അത്താഉ സലമി റളിയല്ലാഹു അൻഹു ഒരു തുണി നെയ്തു. നേരെ ഒരു സൂക്കിലേക്ക് പോയി. പലരും അതെടുത്ത് നോക്കി. അതിൽ ഒരാൾ വന്ന് ആ സൂക്കിൽ കൊണ്ടുവച്ച അത്താഉ സലമി വളരെ സൂക്ഷ്മമായി നെയ്ത ആ തുണി എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇതിൽ ഒരുപാട് ന്യൂനതകളുണ്ട്. മഹാനായ അത്താഉ സലമി റളിയല്ലാഹു അൻഹു നെയ്ത സൂക്ഷ്മതയോടെ നെയ്ത, വളരെ വലിയ വില കിട്ടണമെന്ന് ആഗ്രഹിച്ചു സൂക്ഷ്മതയോടുകൂടി നെയ്ത ആ തുണി എടുത്ത് നോക്കിക്കൊണ്ട് ഇതിൽ ന്യൂനതയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത്താഉ സലമി റളിയല്ലാഹു അൻഹു ഒരു നിമിഷം ആലോചിച്ചു, അല്ലാഹുവേ, ഞാൻ സൂക്ഷ്മതയോട് നെയ്തെടുത്ത ഈ തുണിയിൽ ന്യൂനതയുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ഒരുപാട് ഇബാദത്തുകൾ എന്റെ ഉടമസ്ഥനായ പടച്ചതമ്പുരാന് വേണ്ടി ചെയ്യുന്നുണ്ട്. നാളെ പടച്ചതമ്പുരാൻ പരലോകത്ത് വെച്ച് അത്താഉ സലമി നീ ചെയ്ത ഇബാദത്തുകളിൽ ഒരുപാട് ന്യൂനതകളുണ്ടെന്ന് പറഞ്ഞ് എന്റെ ഇബാദത്തുകളെ എങ്ങാനും വലിച്ചെറിഞ്ഞാൽ നാളെ എന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഓർമ്മിച്ചുകൊണ്ട് മഹാനായ അത്താഉ സലമി റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാണ്. ഈ കച്ചവടക്കാരൻ അത്താഉ സലമിയോട് ചോദിച്ചുവല്ല, നിങ്ങൾ എന്തിനാ കരയുന്നത്? നിങ്ങളുടെ സാധനത്തിൽ ന്യൂനതയുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്താ നിങ്ങൾ കരയുന്നത്? അത്താഉ സലമി പറഞ്ഞു, എന്റെ സാധനത്തിന്റെ ന്യൂനത ഓർത്തല്ല ഞാൻ കരഞ്ഞത്. ഞാൻ എന്റെ ഉടമസ്ഥനായ പടച്ചതമ്പുരാന് വേണ്ടി ചെയ്യുന്ന ഇബാദത്തുകളിൽ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന പടച്ചതമ്പുരാൻ നാളെ അതിൽ ന്യൂനതയുണ്ടെന്ന് പറഞ്ഞെങ്ങാണം എനിക്ക് പ്രതിഫലം കിട്ടാതെ, എനിക്ക് പ്രതിഫലം തരാതെ തള്ളുകയാണെങ്കിൽ എന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഓർത്താണ് ഞാൻ കരഞ്ഞതെന്ന് മഹാനായ അത്താഉ സലമി റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ഇബാദത്തുകളിലുള്ള ന്യൂനതകൾ, നമ്മുടെ ഇബാദത്തുകളിലുള്ള ഇഖ്ലാസ്, നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണ്. നിസ്കാരം കഴിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് പറയുമ്പോഴും ഉറക്കത്തിലാ, അൽഹംദുലില്ലാഹ് പറയുമ്പോഴും ഉറക്കത്തിലാണ്. അതിനുശേഷം പറയുന്ന ദിക്റുകളിൽ പോലും സൂക്ഷ്മതയില്ല. ഉടമസ്ഥനായ പടച്ചതമ്പുരാനോട് കൈനീട്ടി യാചിക്കുന്നതിൽ, കൈനീട്ടി ദുആ അരക്കുന്നതിൽ ഇഖ്ലാസില്ല. എന്നാൽ അടിമകളോട് ചെയ്യുന്ന കാര്യങ്ങളിൽ പേരിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി ആത്മാർത്ഥത കാണിക്കുന്നു. അല്ലാഹുവിന് വേണ്ടി ചെയ്യുന്ന, മറ്റാരും അറിയാതെ ചെയ്യുന്ന ഇബാദത്തുകളിൽ ആത്മാർത്ഥത വരുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇബാദത്തുകൾ ഉടമസ്ഥനായ പടച്ചതമ്പുരാൻ കബൂലാക്കുന്നതിന് വേണ്ടി ഒന്നാമത്തെ മാനദണ്ഡം ആത്മാർത്ഥതയാണ്, ഇഖ്ലാസാണ്. ഇഖ്ലാസോട് കൂടി അമൽ ചെയ്യണം. കുറച്ച് ചെയ്താൽ മതി. ക്വാളിറ്റിയാണ് അല്ലാഹു തആല നോക്കുന്നത്, ക്വാണ്ടിറ്റി അല്ല. ക്വാളിറ്റി ഉണ്ടോ നോക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഇബാദത്ത് ഉണ്ടാക്കി. എന്തിനും പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി, അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, ആ നിലയിൽ ക്വാളിറ്റിയോടുകൂടെ. കാര്യം ഹൃദയം അറിയുന്നവൻ അല്ലാഹുവാണ്. പടച്ചതമ്പുരാൻ അവനെ മറ്റാർക്കും കാണാൻ കഴിയില്ല. അതുപോലെ നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥയും മറ്റാർക്കും അറിയില്ല, അല്ലാഹുവിന് അറിയാം. അപ്പൊ അല്ലാഹുവിന് ഹൃദയത്തിലേക്കാ നോക്കുന്നത്. അമലുകളിലേക്ക് നോക്കുന്നതിന് മുമ്പ് അല്ലാഹു തആല ഹൃദയത്തിലേക്കാ നോക്കുന്നത്. അതുകൊണ്ട് ഹൃദയവും അല്ലാഹുമായിട്ടൊരു ബന്ധമുണ്ടാകണം. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വരണം. ആത്മാർത്ഥതയിൽ അധിഷ്ഠിതമായിരിക്കണം എല്ലാ ഇബാദത്തുകളും, എല്ലാ പ്രവർത്തനങ്ങളും. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലൂടെ നടന്നു പോകുമ്പോൾ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനെ ഉമയ്യത്തിന്റെ പട്ടാളക്കാർ, ഉമയ്യത്തിന്റെ തൊഴിലാളികൾ ബഹുമാനപ്പെട്ട ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനെ ക്രൂരമായി ആക്രമിക്കുകയാണ്. മുസ്ലിമായി പോയി എന്ന ഒറ്റ കാരണത്താൽ. ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്ന് മുഅ്മിനായി, മുസ്ലിമായി. ഈ വിവരം ഉമയ്യത്ത് അറിഞ്ഞു. ഉമയ്യത്ത് പറഞ്ഞു, മുഹമ്മദിനെ തള്ളിപ്പറ. ബിലാൽ പറഞ്ഞു, ഞാൻ പറയില്ല, മുഹമ്മദിനെ തള്ളി പറയാൻ കഴിയില്ല. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അതിക്രൂരമായി ആക്രമിക്കുകയാണ് ഉമയ്യത്ത്. ക്രൂരമായി ആക്രമിക്കുകയാണ്. ചുട്ടുപഴുത്ത മണലിന്റെ പുറത്ത് മലർത്തിക്കിടത്തി വലിച്ചു കൊണ്ടുപോവുകയാണ്. ചെയ്യാൻ പറ്റുന്ന നിലയിലൊക്കെ ഉമയ്യത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഉപദ്രവിച്ചു. അവസാനം ബിലാൽ റളിയല്ലാഹു അൻഹു അപ്പോഴും വിളിക്കുന്നു, അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ് എന്ന് വിളിച്ചുകൊണ്ടേയിരുന്നു. ഇത് കേട്ടുകൊണ്ടാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതുവഴി നടന്നു പോയത്. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത് സഹിക്കാൻ കഴിഞ്ഞില്ല. ഉമയ്യത്തിന്റെ അടുക്കലേക്ക് പോയി പറഞ്ഞു, ഉമയ്യത്തെ, നീ ബിലാലിനെ വിൽക്കുക, നീ ചോദിക്കുന്ന പൈസ ഞാൻ തന്നേക്കാം.
ഉമയ്യത്ത് പറഞ്ഞു, ഞാൻ ബിലാലിനെ വിൽക്കില്ല, ബിലാലിനെ ഞാനൊരു പാഠം പഠിപ്പിക്കും. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമയ്യത്തിനോട് കർക്കശമായി പറഞ്ഞു, ഒന്നുകിൽ നീ അവനെ വെറുതെ വിടുക, അല്ലെങ്കിൽ നീ അവനെ എനിക്ക് കച്ചവടം നടത്തുക. ഉമയ്യത്ത് വെറുതെ പറഞ്ഞു, ഒരു ഉയർന്ന വില തരുമെങ്കിൽ തരാം, നീ പറയുന്ന വില തന്നേക്കാം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഉമയ്യത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു ഒരു ഉയർന്ന വില ചോദിച്ച വില കൊടുത്ത് ഉമയ്യത്ത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വാങ്ങി. ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ വാങ്ങിയിട്ട് അദ്ദേഹത്തെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു. ഈ സംഭവം നാട് മുഴുവൻ എല്ലാവരും അറിഞ്ഞു. അവര് പറഞ്ഞു, അബൂബക്കറും ബിലാലുമായിട്ട് എന്തോ ബന്ധമുണ്ട്. ആ ബന്ധത്തിന്റെ പേരിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമയ്യത്തിൽ നിന്നും ബിലാലിനെ വാങ്ങി മോചിപ്പിച്ചത്, അല്ലാതെ മറ്റൊന്നുമല്ല. ഇവരുടെ ഇടയിൽ എന്തോ കുടുംബബന്ധമോ മറ്റോ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പിതാവായ അബൂ ഖുഹാഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അല്ല, നിങ്ങൾ എന്തിനാണ് മോനെ നീ ആ വലിയ വില കൊടുത്ത് ബിലാലിനെ വാങ്ങി മോചിപ്പിച്ചത്? നിനക്കതിന്റെ ആവശ്യം എന്താണ്? ആ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അബൂ ഖുഹാഫയ്ക്ക് മറുപടി പറഞ്ഞില്ല, ആർക്കും മറുപടി പറഞ്ഞില്ല. പക്ഷേ ഹബീബായ മുത്തിന്റെ അടുക്കലേക്ക് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് പറയുകയാണ്, വമാലി അഹലിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ ഇല്ലാ ബിഗാ വജ്ഹി റബ്ബിഹിൽ അഅ്ലാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പ്രത്യുപകാരം ചെയ്യാൻ വേണ്ടി ആർക്കും പ്രത്യേകമായ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വാങ്ങി മോചിപ്പിച്ചത് ഇല്ലാ ബിഗാ വജ്ഹി റബ്ബിഹിൽ അഅ്ലാ, ഉന്നതനായ പടച്ചതമ്പുരാന്റെ തൃപ്തിയെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ആണ്, അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ്, അല്ലാതെ ഇവര് തമ്മിൽ പ്രത്യേകമായ ബന്ധമുണ്ടായതിന്റെ പേരിലല്ല എന്ന് വിശുദ്ധ ഖുർആൻ ബഹുമാനപ്പെട്ട ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിപ്പിക്കപ്പെടുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, മറ്റാരും നല്ലത് പറയാൻ വേണ്ടിയല്ല, മറ്റാരും പ്രശംസിക്കാൻ വേണ്ടിയല്ല, പടച്ച തമ്പുരാന്റെ പൊരുത്തത്തിന് വേണ്ടി, തൃപ്തിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹു ഒരു ഉയർന്ന വില കൊടുത്ത് വാങ്ങി മോചിപ്പിക്കുകയാണ്. ഇതാണ് ആത്മാർത്ഥത. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞെന്നറിയോ? ഒരുപാട് നന്മ ചെയ്യുന്ന ഒരാളാണല്ലോ ഉമർ റളിയല്ലാഹു അൻഹു. അഷ്റഫുൽ ഖൽഖിനെ വിശ്വസിച്ചതിന് ശേഷം എപ്പോഴും നബി തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന മഹാനായ ഹബീബായ നബി തങ്ങൾക്ക് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ശേഷം ആ വിശാലമായ അറേബ്യൻ സാമ്രാജ്യത്തിന്റെ അധികാരം ഏറ്റെടുത്ത് മാതൃകാപരമായി, ലോകാവസാനം വരെ മാതൃകാപരമായി ഭരണം നടത്തിയ 10 വർഷവും 4 മാസവും 8 ദിവസവും ഭരണം നടത്തി അവസാനം അബൂ ലുലുഅത്തുൽ ഫൈറൂസിയുടെ കുത്തേറ്റ് ഷഹീദായ, രക്തസാക്ഷിത്വം വരിച്ച ബഹുമാനപ്പെട്ട ഉമർ അൽ ഫാറൂഖ്, മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഒരവസരം ദുആ രക്കുകയാണ്, അല്ലാഹുമ്മ ഇജ്അൽ അമലി കുല്ലഹു സ്വാലിഹാ വജ്അൽഹു ലിവജ്ഹിക ഖാലിസാ വലാ തജ്അൽ ലിഅഹദിൻ ഫീഹി ശൈആ. ബഹുമാനപ്പെട്ട ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് പറയാണ്, പടച്ച തമ്പുരാനെ, അല്ലാഹുമ്മ ഇജ്അൽ അമലി കുല്ലഹു സ്വാലിഹാ, എന്റെ അമൽ മുഴുവനും നീ സ്വാലിഹാക്കണേ തമ്പുരാനെ, എന്റെ അമലുകളെ മുഴുവനും നീ സ്വാലിഹാക്കണേ റഹ്മാനെ. വജ്അൽഹു ലിവജ്ഹിക ഖാലിസാ, അത് നിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാക്കണേ അല്ലാഹുവേ. വലാ തജ്അൽ ലിഅഹദിൻ ഫീഹി ശൈആ, ആർക്ക് വേണ്ടിയും എന്റെ അമലിൽ ഒരു വസ്തു നീ ആക്കരുതേ അല്ലാഹ്, നിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാക്കണേ അല്ലാഹ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ദുആ രക്കുമായിരുന്നു. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നാം ചെയ്യുന്ന എത്രയോ അമലുകൾ, എത്രയോ നല്ല പ്രവർത്തനങ്ങൾ, പടച്ചോന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം ചെയ്യേണ്ട അമലുകൾ, അടിമകൾ കാണാനും, അടിമകൾ മനസ്സിലാക്കാനും, അടിമകൾ നല്ലത് പറയാനും വേണ്ടി ചെയ്യുന്നു.
അതിലൂടെ നമ്മുടെ അമലുകൾ പൊളിഞ്ഞു പോകുന്നു. നാളെ ആഖിറത്തിൽ അതൊരു ഒരിക്കായി പോകുന്നില്ല, കടന്നു പോകുന്നില്ല. നമ്മുടെ അമലുകൾ ആഖിറത്തിൽ ഒരിക്കായി പോകണം. അവിടേക്ക് നമുക്കൊരു കൈമുതലാകണം. അതുകൊണ്ട് നമ്മുടെ അമലുകൾ മറ്റൊരാൾ കണ്ട് പ്രശംസിക്കാൻ ഒരിക്കലും ആഗ്രഹിക്കരുത്. ഖുർആനല്ലേ, അതല്ലേ ഖുർആൻ പറഞ്ഞത്, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ الذين هم عن صلاتهم ساهون ويل للمصلين. വൈലെന്ന് പറയുന്ന നരകം നമസ്കരിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. ഇത് നമുക്കും നിസ്കാരക്കാർക്കും ഒക്കെ ഇതിൽ പാഠമുണ്ട്. വൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്കാണ് വൈലെന്ന നരകം. എങ്ങനത്തെ നിസ്കാരക്കാരാൻ? അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവരുടെ നമസ്കാരത്തെ തൊട്ട് അവർ അശ്രദ്ധയിലാണ്. സമയത്ത് നിസ്കരിക്കൂല. ആരെങ്കിലും പറഞ്ഞാൽ നിസ്കരിക്കും, ആരെങ്കിലും മരിച്ചു പള്ളിയിൽ കൊണ്ടുവന്നാൽ നിസ്കരിക്കും. അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ മാത്രമേ നിസ്കരിക്കും. അങ്ങനെ നിസ്കാരത്തിൽ ഗൗരവമില്ല. നിസ്കാരം പടച്ചവന് വേണ്ടി ചെയ്യേണ്ടുന്ന ഒരു അമലാണ് എന്നതിന്റെ ആത്മാർത്ഥതയിൽ അധിഷ്ഠിതമായി ചെയ്യുകയില്ല. അതിനെ തൊട്ട് അശ്രദ്ധയിലാണ്. അങ്ങനെയുള്ളവർക്കാണ് വൈലെന്ന നരകം. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ الذين هم يراءون ويمنعون الماعون. ജനങ്ങളെ കാണാൻ വേണ്ടിയായിരിക്കും അവരത് ചെയ്യുക. പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടിയും പൊരുത്തത്തിന് വേണ്ടിയും ആയിരിക്കുകയില്ല. വെള്ളിയാഴ്ച പള്ളിയിൽ വന്നാലും ജനങ്ങളെ കാണുക എന്ന ലക്ഷ്യത്തോടെ ആയിരിക്കും. പെരുന്നാളിന് പള്ളിയിൽ വന്നാലും ജനങ്ങൾ കാണുക എന്ന ലക്ഷ്യത്തോടെ ആയിരിക്കും. വീടുകളിൽ നമസ്കരിക്കുകയില്ല. ആ നിലയിൽ പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം ചെയ്യേണ്ടുന്ന ഇബാദത്തുകളെ സൃഷ്ടികളുടെ നല്ല വാക്കിന് വേണ്ടി വിനിയോഗിച്ച് നഷ്ടപ്പെടുത്തുന്ന ഒരു വിഭാഗം അവർക്കാണ് വൈലെന്ന നരകം എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകളെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ബഹുമാനനായ ശൈഖുനാ ഉസ്താദ് അവറുകൾ അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കുമാറാകട്ടെ. മഹാനായ ശൈഖുനാ ഉസ്താദ് അവറുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള പാഠങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട പാഠം ചെയ്യുന്ന അമലുകൾ ഇഖ്ലാസാകണമെന്നാണ്. ചെയ്യുന്ന അമലുകൾ ഇഖ്ലാസാകണമെന്നാണ്. ഈ ഇഖ്ലാസിൽ നിഷ്കളങ്കതയിൽ അധിഷ്ഠിതമായിരുന്നത് കൊണ്ടല്ലേ മഹാനായ ശൈഖുനായുടെ പരിശ്രമ ഫലമായി 2 സ്ഥാപനങ്ങൾ വെള്ളാച്ചറയുടെ ആ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് ലോകമെമ്പാടും അറിയപ്പെടുന്ന 2 സ്ഥാപനങ്ങൾ, ഹുദൈബിയ മദ്രസത്തുൽ ബനാത്ത്, ഹുദൈബിയ അറബി കോളേജ്. ഹുദൈബിയ അറബി കോളേജില് ഏകദേശം 100ഓളം കുട്ടികൾ. ഈ കുട്ടികളിൽ 35ഓളം കുട്ടികൾ ഹിഫ്ള് പഠിക്കുന്ന കുട്ടികളാണ്. ഹിഫ്ള് പാസ്സായ കുറെ കുട്ടികൾ. അൽഹംദുലില്ലാ, പടച്ചതമ്പുരാൻ സ്വീകരിക്കുമാറാകട്ടെ. ബനാത്ത് മദ്രസയിൽ 100 ചില്ലുവാനും കുട്ടികൾ, അതിലും 30ഓളം കുട്ടികൾ ഹിഫ്ള് പഠിക്കുന്ന കുട്ടികൾ. ഹിഫ്ള് പഠിപ്പിക്കാൻ 2 ഹാഫിളത്തുകൾ, കൂടാതെ 3 അധ്യാപികമാർ, ഹുദൈബിയയുടെ ഉസ്താദ് ബഹുമാന്യനായ താജുദ്ദീൻ ഉസ്താദ് ഉൾപ്പെടെ, സിദ്ദീഖ് മൗലവി ഉൾപ്പെടെ അവിടെ ബനാത്തിൽ ക്ലാസ് നടത്തുന്നു. ഈ നിലയിൽ ഈ 2 സ്ഥാപനങ്ങളും ഇന്ന് ഉയർന്നു നിന്ന് ദീനിന്റെ ശരിയായ ശിആർ ലോകത്തെടുത്തറിയിക്കാനുള്ള ഒരു പ്രധാന കാരണം മഹാനായ ശൈഖുനായുടെ ആത്മാർത്ഥമായ നിഷ്കളങ്കമായ പ്രവർത്തനമാണ്, ഇഖ്ലാസിൽ അധിഷ്ഠിതമായ പ്രവർത്തനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു അത് കബൂലാക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുമാത്രവുമല്ല, ഈ ഹുദൈബിയ സ്ഥാപനത്തിന്റെ, ഹുദൈബിയ അറബി കോളേജിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചതാരാ? ബഹുമാന്യനായ തഴവാ ഉസ്താദ്. 1997 ജൂലൈ 20 മഹാനായ ശൈഖുനാ തഴവാ ഉസ്താദിന്റെ അനുഗ്രഹീത കരങ്ങളാലാണ് ഇതിന് ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചത്. അൽഹംദുലില്ലാഹ്. അവിടെ 1999 ജൂലൈ 20 ബഹുമാന്യനായ തഴവാ ഉസ്താദ് തന്നെ ഈ സ്ഥാപനത്തിന്റെ, ഈ കോളേജിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അന്ന് ബഹുമാനപ്പെട്ട തഴവാ ഉസ്താദ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് പ്രസംഗിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട
ചേലക്കുളം അബുൽ ബുഷ്റ KM മുഹമ്മദ് മൗലവി ശൈഖുന ഉസ്താദ് അവറുകൾ, ഉസ്താദുൽ അസാതീദ, ബഹുമാനപ്പെട്ട ശൈഖുനായുടെയും ഉസ്താദായ ഉസ്താദ് അവറുകൾ തഫ്സീറുൽ ജലാലൈനി ഓതിക്കൊടുത്തുകൊണ്ട് ഇവിടെ പഠനം ആരംഭിച്ചു. അൽഹംദുലില്ലാഹ്, ഈ മഹത്തായ സ്ഥാപനം ഒരു വലിയ ഫാക്ടറി പോലെ, ദീനിന്റെ മാർഗത്തിൽ ആലിമീങ്ങളെ പടച്ചുവിടുന്ന ഒരു ഫാക്ടറി പോലെ തെക്കൻ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹു ഇതിനെ ഉന്നതങ്ങളിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് ഉയർത്തുമാറാകട്ടെ. തഖ്വയിൽ അധിഷ്ഠിതമായ സ്ഥാപനമായതുകൊണ്ടാണ്. മറ്റ് ലക്ഷ്യങ്ങളില്ല, മറ്റ് താല്പര്യങ്ങളില്ല. മഹാനായ ശൈഖുന ഉസ്താദ് അവറുകൾക്ക് ഈ സ്ഥാപനം രണ്ടും സ്ഥാപിച്ചതിൽ കുടുംബത്തിന്റെയോ വ്യക്തിപരമായിട്ടോ മറ്റ് സംഘടനാപരമായിട്ടോ ഒരു താല്പര്യവുമില്ല. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമായുടെ സെക്രട്ടറിമാരിൽ ഒരാളായിരുന്ന കാലത്താണ് മഹാനായ ശൈഖുന ഉസ്താദ് അവരുടെ വഫാത്ത്. മഹാനായ ഉസ്താദ് അവറുകൾക്ക് സംഘടനാപരമായ താല്പര്യങ്ങളോ വ്യക്തിപരമായ താല്പര്യങ്ങളോ കുടുംബപരമായ താല്പര്യങ്ങളോ ഒന്നുമില്ലാതെ ഉടമസ്ഥനായ പടച്ച തമ്പുരാന്റെ തൃപ്തിയും താല്പര്യവും മാത്രം അതിൽ അധിഷ്ഠിതമായി ഈ സ്ഥാപനം പടുത്തുയർത്തിയത് കൊണ്ടാണ് അൽഹംദുലില്ലാഹ് ഈ നിലയിൽ അത് ഉയർന്നു വരുന്നത്. മഹാനായ ശൈഖുന 2011 ആഗസ്റ്റ് 12 റമദാൻ 12ന്റെ അന്ന് 11 മണിക്ക് മുമ്പ് ബനാത്ത് മദ്രസയുടെ ഓഫീസിനകത്ത് വെച്ച് ഈ ലോകത്തോട് വിട പറയുന്നത് വരെ അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും കാംക്ഷിച്ചു എന്നതിന്റെ തെളിവ് മഹാനായ ശൈഖുന ഉസ്താദ് ലക്ഷ്യം വെച്ചിരുന്നത് ആ ബനാത്ത് മദ്രസയുടെ മുകളിൽ ഒരു കെട്ടിടവും കൂടെ പണിത് ഭൗതിക വിദ്യാഭ്യാസത്തിൽ അധിഷ്ഠിതമായ അതിലൂന്നിക്കൊണ്ടുള്ള തർബിയത്ത് തസ്കിയത്ത് വിദ്യാഭ്യാസമായിരുന്നു. അൽഹംദുലില്ലാഹ്, ഈ ജൂൺ മാസത്തോടുകൂടെ പൂർണ്ണമായും ഇൻഷാ അല്ലാഹ് അതിന്റെ ഉദ്ഘാടനം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, തഖ്വയിൽ അധിഷ്ഠിതമായ ആത്മാർത്ഥതയിൽ അധിഷ്ഠിതമായ ഇബാദത്ത് പ്രവർത്തനങ്ങൾക്ക് മാത്രമേ വിജയമുള്ളൂ. അല്ലാത്തതെല്ലാം പരാജയപ്പെട്ട അമലുകളാണ്. അള്ളാഹു നമ്മുടെ അമലുകളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. മുത്തഅല്ലിമീങ്ങൾക്ക് പ്രധാനമായി വേണ്ടുന്നത് എന്താ? അവർക്ക് പ്രധാനമായി വേണ്ടുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് ആത്മാർത്ഥത വേണം. ഞാൻ ഈ പഠിക്കുന്നത്, ഞാൻ ഈ വായിക്കുന്നത്, ഞാൻ ഈ ഖിദ്മത്ത് ചെയ്യുന്നത്, ഞാൻ ഈ പ്രവർത്തിക്കുന്നത് പടച്ച തമ്പുരാന്റെ തൃപ്തിക്ക് വേണ്ടിയാകണം. അതായിരിക്കണം. എന്റെ വാപ്പ നിർബന്ധിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് ഇരിക്കുന്നു പഠിക്കല്ലേ, ഉസ്താദ് വിടാത്തത് കൊണ്ട് പഠിക്കല്ലേ, ആ ധാരണ മാറണം. പടച്ചോന്റെ തൃപ്തിക്ക് വേണ്ടി. നിസ്കാരത്തിൽ കൈകെട്ടി എന്താ പറയുക? വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള്. ആകാശഭൂമികളെ സൃഷ്ടിച്ച പടച്ച തമ്പുരാനിലേക്ക് ഞാനിതാ എന്റെ മുഖത്തെ തിരിച്ചിരിക്കുന്നു. ആ പടച്ച തമ്പുരാനിലേക്ക് ഞാനിതാ തിരിഞ്ഞു നിന്നിരിക്കുന്നു. ആകാശഭൂമികളെ പടച്ച തമ്പുരാനിലേക്ക് ഞാനിതാ തിരിഞ്ഞു നിന്നിരിക്കുന്നു. എല്ലാവർക്കും നിൽക്കാൻ പറ്റിയ ഒരിടമല്ലേ അത്? ആരാ എങ്ങോട്ട് പോകണം? നമുക്കൊക്കെ പോകാൻ പറ്റിയ അള്ളാഹുവിന്റെ അടുക്കലേക്കല്ലേ. മറ്റൊരിടം നമ്മൾ എന്തിനാ തിരഞ്ഞെടുക്കുന്നത്? ആ വജ്ഹത്തുവിന്റെ അവസാനം എന്ന് പറഞ്ഞു, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്ന സ്വലാത്തി എന്റെ നമസ്കാരങ്ങളും വനുസുകി എന്റെ ഇബാദത്തുകളും വമഹ്യായ എന്റെ ജീവിതവും വമമാതി എന്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ സർവ്വലോക സംരക്ഷകനായ പടച്ച തമ്പുരാന് വേണ്ടി മാത്രമാണ്. അല്ലാഹു അല്ലാതെ മറ്റാർക്ക് വേണ്ടി ഞാനൊന്നും ചെയ്യില്ല. അതാണ് നിസ്കാരത്തിൽ പറയുന്നത്. നിസ്കാരത്തിൽ കൈകെട്ടി ആദ്യം പറയുന്നതാ, എനിക്ക് എന്റെ നിസ്കാരം അല്ലാഹുവിന് വേണ്ടി, എന്റെ ജീവിതം അല്ലാഹുവിന് വേണ്ടി, എന്റെ മരണം അല്ലാഹുവിന് വേണ്ടി, ഞാൻ കഴിക്കുന്ന അല്ലാഹുവിന് വേണ്ടി, ഞാൻ കുടിക്കുന്ന അല്ലാഹുവിന് വേണ്ടി, ഇതൊക്കെ പടച്ച തമ്പുരാന് വേണ്ടി. എന്റെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഞാനൊന്നും ചെയ്യാറില്ല. ഇതാണ് കൈകെട്ടി നിന്നുകൊണ്ട് നിസ്കാരത്തിൽ ആദ്യമായി പറയുന്നത്. സർവസ്വം അല്ലാഹുവിന് വേണ്ടി ചെയ്യുക.
എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അള്ളാഹുവിന് വേണ്ടി ചെയ്യാൻ നമ്മൾ തയ്യാറായാൽ, അള്ളാഹുവിന് വേണ്ടി ജീവിക്കാൻ തയ്യാറായാൽ, അള്ളാഹുവിന് വേണ്ടി പഠിക്കാൻ തയ്യാറായാൽ, അള്ളാഹുവിന് വേണ്ടി പഠിപ്പിക്കാൻ തയ്യാറായാൽ, അള്ളാഹുവിന് വേണ്ടി പ്രസംഗിക്കാൻ തയ്യാറായാൽ, അള്ളാഹുവിന് വേണ്ടി ഭർത്താക്കന്മാരെ ഖിദ്മത്ത് ചെയ്താൽ, അള്ളാഹുവിന് വേണ്ടി ഭാര്യമാരെ അന്വേഷിച്ചാൽ, അള്ളാഹുവിന് വേണ്ടി മാതാപിതാക്കളെ ശുശ്രൂഷിച്ചാൽ, അള്ളാഹു എന്നുള്ള ഒരൊറ്റ കാര്യത്തിന് വേണ്ടി ജീവിതത്തിൽ പരിശ്രമിച്ചാൽ ഉടമസ്ഥനായ പടച്ചതമ്പുരാൻ വിചാരിക്കും എനിക്ക് വേണ്ടിയാണല്ലോ അവൻ എല്ലാം ചെയ്യുന്നത്. അവന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഒന്നും ചെയ്യൂലല്ലോ. അവൻ നടക്കുന്നതും എനിക്ക് വേണ്ടി, അവൻ നിൽക്കുന്നത് എനിക്ക് വേണ്ടി, അവന്റെ പ്രവർത്തനങ്ങൾ മുഴുവനും എനിക്ക് വേണ്ടി. അപ്പൊ അതുകൊണ്ട് അവനെ ഒന്ന് കാണേണ്ടതുണ്ട് എന്ന് പടച്ചതമ്പുരാൻ വിചാരിക്കും. ഇൻഷാ അല്ലാഹ് നാളെ ആഖിറത്തിൽ അല്ലാഹു നമ്മെ വിജയികളുടെ കൂട്ടത്തിൽ പെടുത്തും. അതാണല്ലോ നമ്മുടെ ലക്ഷ്യം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഭൗതിക ലോകത്ത് ഒരു വലിയ സമ്പന്നനാക്കുക എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹമായി കൂട്ടണ്ട. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ലൗ കാനത്തി ദുനിയാ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഊദത്തിൻ മാ സഖാ കാഫിറൻ മിൻഹാ ശറാബാ. ഭൗതിക ലോകത്തിന് ഒരു കൊതുകിന്റെ വില, ചിറകിന്റെ വിലയെങ്കിലും പടച്ചതമ്പുരാൻ നൽകിയിരുന്നെങ്കിൽ നമ്മൾ വളരെ ഇടങ്ങേറുള്ള മോശപ്പെട്ട ജീവിയായി കാണുന്ന കൊതുക്, ആ കൊതുകിന്റെ ചിറകിന്റെ വിലയെങ്കിലും ഭൗതിക ലോകത്തിന് പടച്ചതമ്പുരാൻ കണ്ടിരുന്നെങ്കിൽ മാ സഖാ കാഫിറൻ മിൻഹാ ശറാബാ, ഒരിറ്റ് വെള്ളം പോലും ഒരു അവിശ്വാസിക്ക് ഭൗതിക ലോകത്ത് അല്ലാഹു തആല കുടിപ്പിക്കില്ലായിരുന്നു. അല്ലാഹു തആല ഈ ഭൗതിക ലോകത്തെ അത്ര വളരെ നിസ്സാരമായ കാണുന്നത്, അത്ര വലിയ നിസ്സാരമായിട്ടാണ് ദുനിയാവിനെ കാണുന്നത്. അതുകൊണ്ട് ഒരാളിന് ഒരുപാട് സമ്പത്തുണ്ട് എന്ന് വിചാരിച്ച് അല്ലാഹു അദ്ദേഹത്തെ ഒരുപാട് അനുഗ്രഹിച്ചു എന്ന് പറയണ്ട. ഒരാളിന് വലിയ അധികാരം കിട്ടി, അതുകൊണ്ട് അല്ലാഹു അദ്ദേഹത്തെ അനുഗ്രഹിച്ചു എന്ന് പറയണ്ട. ഒരാളിന് അല്ലാഹു തആല അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ശരിയായ നിലയിൽ തഖ്വയിൽ അധിഷ്ഠിതമായി, ഇഖ്ലാസിൽ അധിഷ്ഠിതമായി ഇബാദത്ത് ചെയ്യാനുള്ള ഭാഗ്യം ലഭിക്കുന്നുണ്ട് എങ്കിൽ, ഒരൊറ്റ വഖത്ത് പോലും മുടങ്ങാതെ പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ഇസ്തിഖാമ. അതാണ് പടച്ചോൻ ചെയ്ത ഭാഗ്യം. അതാണ് പടച്ചോൻ ചെയ്ത ഭാഗ്യം. ഇസ്തിഖാമത്ത് അതാണ് പടച്ചോൻ ചെയ്ത ഭാഗ്യം. അല്ലാതെ സമ്പത്ത് പടച്ചവന്റെ ഈ ദുനിയാവിൽ ചെയ്ത വലിയ ഭാഗ്യമായി കൂട്ടണ്ട. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഇസ്തിഖാമത്ത് ലഭിക്കുക, ഇസ്തിഖാമത്ത് ലഭിക്കുക, 5 വഖത്തും പള്ളിയിൽ പോയി നിസ്കരിക്കുക, മാന്യമായി ജീവിക്കുക, സാമ്പത്തിക രംഗമെല്ലാം വളരെ ക്ലിയർ ആവുക, ആരുടെയും മുതൽ ആഗ്രഹിക്കാതിരിക്കുക, ആരുടെയും മുതലിന്റെ ഒരു അംശം പോലും പൊരുത്തമില്ലാതെ നമ്മളിലേക്ക് വരാതിരിക്കുക, നമ്മുടെ മക്കളെ ആ നിലയിൽ വളർത്താതിരിക്കുക, ഇതൊക്കെയാണ് ഒരു വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ഹറാമായ കാര്യം കൊണ്ട് വള്ള നിറച്ച് നരകത്തോട് അടുക്കുന്നതിനേക്കാൾ ഹലാല് കൊണ്ട് പട്ടിണി കിടക്കലാ ഭേദം. ഹറാമ കണ്ണ് കാഴ്ചയോടുകൂടി നരകത്തിൽ പോകുന്നതിനേക്കാൾ ഭേദം കണ്ണില്ലാതെ സ്വർഗത്തിൽ പോകല, കണ്ണില്ലാതെ സ്വർഗത്തിൽ പോകല. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അതുകൊണ്ട് സർവസ്വവും അല്ലാഹുവിൽ അർപ്പിക്കുക, പടച്ചോന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം ചെയ്യുക. മഹാനായ സുൽത്താനുൽ ആരിഫീൻ ശൈഖ് മുഹീദ്ദീൻ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങള് ഇശാ നമസ്കാരത്തിന് ഒളുവെടുത്ത അതേ ഒളു കൊണ്ട് 40 വർഷക്കാലം സുബഹി നമസ്കരിച്ചു. 40 വർഷക്കാലം മഹാനായ ഔസുൽ തങ്ങള് രാത്രി മുഴുവനും ഇബാദത്തിൽ കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാനുള്ളത്. അദ്ദേഹത്തിന്റെ 4 ഭാര്യമാരോ 49 മക്കളോ ഈ ഇബാദത്തുകൾക്ക് തടസ്സം വന്നില്ല. അതുകൊണ്ട് തന്നെ മഹാനായ ശൈഖ് മുഹീദ്ദീൻ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ആ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട കാര്യം, അദ്ദേഹത്തിന്റെ പാത പിന്തുടരുക. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ഇബാദത്തിന് തടസ്സമാകുന്ന ഒരവസ്ഥ നമ്മുടെ ഭാര്യയിലൂടെയോ നമ്മുടെ മക്കളിലൂടെയോ നമ്മുടെ സമ്പത്തിലൂടെയോ ഉണ്ടാകാതിരിക്കുക. അതാണ് മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മാർഗം പിന്തുടരുക എന്നതിലൂടെ നാം ലക്ഷ്യം വെക്കേണ്ടത്. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ജീവിതം വരാനുണ്ട്, ഒരു പരലോക ജീവിതം. അത് യാഥാർത്ഥ്യമാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അതെങ്ങനെയാണ് എന്ന്, എങ്ങനെ വരുമെന്നും എങ്ങനെ ആയിരിക്കുമെന്നും അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ, ജീവിതത്തിൽ ഒരിക്കൽ പോലും കള്ളം പറയാത്ത മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ ലോകത്തെ പറ്റി.
പക്ഷെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമുക്കതിനെപ്പറ്റി ഇങ്ങനെ ചില തോന്നലുകൾ മാത്രം. യഥാർത്ഥത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഗൾഫ് കണ്ടിട്ടില്ലാത്ത, മക്ക കണ്ടിട്ടില്ലാത്തവരുടെ മുന്നിൽ മക്കയിൽ പോകുന്ന, അവിടെ നിന്ന് മുസ്ദലിഫയിൽ പോകുന്ന, അറഫയിൽ പോകുന്ന, അവിടെ നിന്ന് പിന്നെ മദീനയിൽ പോകുന്ന അവസ്ഥയൊക്കെ പറയുമ്പോ അതൊക്കെ എന്തോ പോലെ ഇങ്ങനെ തോന്നും അല്ലേ? അല്ലേ? അവിടെ ചെന്ന് നോക്കുമ്പോ അതാണ് അറഫ, ഇത് മുസ്ദലിഫ, ഇത് മക്ക, കഅബ ഒക്കെ കാണുമ്പോ അത് അവിടെ ചെല്ലുമ്പോഴേ അത് മനസ്സിലാവൂ. ഇതുപോലെ എന്റെ പ്രിയമുള്ളവരെ, മരണത്തിന് ശേഷം നമ്മെ കൊണ്ട് കെട്ടിപ്പൊതിഞ്ഞ് നമസ്കരിച്ച് ഖബറിന്റെ ഉള്ളിൽ 6 അടി മണ്ണിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെക്കുന്നത് വരെ നമുക്കറിയാം. എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. അതിന്റെ മുകളിൽ പലകയിട്ട് മണ്ണിട്ട് തൽഖീനോദി എല്ലാവരും പിരിഞ്ഞു പോകും. ഇതിലൊക്കെ എല്ലാവർക്കും ഉറപ്പാ. ഇത് കഴിഞ്ഞിട്ട് എന്താ പിന്നെ അവിടെ സംഭവിക്കുന്നത്? തിരിഞ്ഞു പോകുന്നവരുടെ ചെരുപ്പിന്റെ ശബ്ദം പോലും അവിടെ അടക്കപ്പെട്ട മയ്യത്ത് കേൾക്കും എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂല് പറയുക. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, മാത്രമല്ല ഈ അടക്കപ്പെട്ട മയ്യത്തിന്റെ അടുത്ത മക്കളോ വേണ്ടപ്പെട്ടവരോ ശിഷ്യന്മാരോ ഒക്കെ പോകുമ്പോൾ വല്ലാത്ത സന്തോഷമാണ്, വല്ലാത്ത സന്തോഷം. മഹാനായ ശൈഖുനാ ഉസ്താദ് അവരുടെ മുന്നിൽ ശിഷ്യന്മാര് നടന്നു വന്നത് അസ്സലാമു അലൈക്കും പറയുമ്പോൾ ഉസ്താദ് അകത്ത് ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഉസ്താദിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവര് ഫാത്തിഹ ഓതി, യാസീൻ ഓതി, അല്ലാഹ് ഇതിന്റെ സവാബ് എന്നെ പഠിപ്പിച്ച് വലുതാക്കിയ, എനിക്ക് വേണ്ടി ത്യാഗം സഹിച്ച എന്റെ ശൈഖുനായിലേക്ക് നീ എത്തിക്കണേ എന്നങ്ങോട്ട് പറഞ്ഞാൽ ഉടൻ അതിന്റെ സവാബ് ഉസ്താദിന് കിട്ടുകയാണ്. ഉസ്താദ് സന്തോഷിക്കുകയാണ്. അല്ലാഹ് അൽഹംദുലില്ലാഹ്, ഞാൻ പഠിപ്പിച്ചു, അവൻ ഇന്ന് എനിക്ക് വേണ്ടി ചെയ്ത ഹദിയ കിട്ടി. ആർക്കാ സന്തോഷം വരാത്തത്? ആർക്കാ സന്തോഷം വരാത്തത്? ഒരു ഹദിയ കിട്ടിയാൽ. ജീവിച്ചിരിക്കുമ്പോ ബഹുമാനിക്കും പോലെ മരണത്തിന് ശേഷവും ബഹുമാനിക്കണം. അതുകൊണ്ടാണല്ലോ ആ ഭാഗത്ത് നാം ഒരുപാട് അവിടെയൊന്നും ചെന്ന് ഖബറിന്റെ അടുത്തൊന്നും ചെന്ന് നിന്നിട്ട് മുത്താലിമീങ്ങളോ ഉസ്താദന്മാരും പറഞ്ഞ് സംസാരിക്കുകയോ അതപകേട് കാണിക്കുകയോ ചെയ്യില്ല. ഉസ്താദ് കണ്ടുകൊണ്ട് കിടക്കുക. അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, നാം ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് ശത്രുക്കളെയല്ല, ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് രോഗങ്ങളെയല്ല, ഏറ്റവും കൂടുതൽ നാം ഭയപ്പെടേണ്ടത് നമ്മളിൽ നിന്നും പാപമുണ്ടാകുന്നതിനെയാണ്, നമ്മളിൽ നിന്നും തെറ്റുകൾ ഉണ്ടാകുന്നതിനെയാണ്, പാപമുണ്ടാകുന്നതിനെയാണ്. നമുക്ക് ശത്രുക്കളെ ഭയമാണ്, അല്ലേ? രോഗങ്ങളെ ഭയമാണ്, ദാരിദ്ര്യത്തെ നമുക്ക് ഭയമാണ്, മക്കളില്ലാതിരിക്കുന്നതിന് നമുക്ക് ഭയമാണ്. എന്നാൽ നമ്മളിൽ നിന്നും പാപമുണ്ടാകുന്നതിന് നമുക്ക് ഭയമുണ്ടോ? പാപം ഉണ്ടാകുന്നതിന് ഏറ്റവും കൂടുതൽ നാം ഭയക്കേണ്ടത് നമ്മളിൽ നിന്നും പാപമുണ്ടാകുന്നതിനെയാണ്. നമ്മളിൽ നിന്നുണ്ടാകുന്ന പാപത്തെ നാം ഭയക്കണം. നമ്മുടെ മക്കളെ എവിടെയെങ്കിലും ഒരു യാത്ര അയക്കാൻ നേരത്ത് ഉമ്മ കൂടെ പോയി പറയും, മോനെ നീ പിടിച്ചോളണം, വളരെ ഇറുക്കി പിടിച്ചോളണം, നല്ലോലെ വണ്ടി ഓടിച്ചു പോകണം, വളരെ സൂക്ഷിക്കണം, 2 ഭാഗത്ത് നോക്കിയിട്ട് വേണം ചാടാൻ. എന്തുകൊണ്ട്? അപകടവും മറ്റൊന്നും ഉണ്ടാകാതിരിക്കാൻ. ആ നിലയിൽ തന്റെ മകനെ സൂക്ഷിക്കാൻ തന്റെ ഉമ്മ വിചാരിക്കുമെങ്കിൽ ഇതേ മകനെ അപകടങ്ങളൊന്നും വരാതെ പരലോകത്ത് ഈ മകനെ സൂക്ഷിക്കണ്ടേ? അതുകൊണ്ട് മോനോട് പറയണം, മോനെ നീ അത് തിന്നരുത്, ഹറാമ് തിന്നരുത്, നീ മദ്യപിക്കരുത്, നീ മോശമായ കൂട്ടുകെട്ട് പാടില്ല, നീ ഉസ്താദുമാരോട് എപ്പോഴും ഒരു ബന്ധം സ്ഥാപിക്കണം, ഉസ്താദുമാരുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കണം, ഇൽമ് പഠിക്കണം, നീ എപ്പോഴും കൃത്യമായി നിസ്കരിക്കണം മോനെ എന്ന് തന്റെ പ്രിയപ്പെട്ട മകനെ ഉപദേശിച്ച് മകനെ തെറ്റുകളിൽ നിന്ന് ഒഴിച്ചു നിർത്താൻ അപകടങ്ങളെ തൊട്ട് ഭയപ്പെടുത്തിയിരിക്കുന്ന ഉമ്മമാര് ഈ വിഷയം പരിഗണിക്കണമെന്നാണ് എനിക്ക് സന്ദർഭം പറയാനുള്ളത്. അള്ളാഹു കാര്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹുവിനെ ഒരു പട്ടാളത്തിന്റെ കമാൻഡറായി നിശ്ചയിക്കുകയാണ്. ആ ഉമർ റളിയല്ലാഹു അൻഹു സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു കത്തെഴുതി. ആ കത്തിൽ ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എഴുതിയ ഒരു പ്രധാന ഭാഗം എല്ലാവരും ഒന്ന് എഴുതിയെടുത്തോളൂ. എന്താണെന്നറിയോ? മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എഴുതിയത്, ഇന്നി ആമുറുക വമൻ മഅക മിനൽ അജ്നാദി ബിത്തഖ്വല്ലാഹി അലാ കുല്ലി ഹാൽ فإن تقوى الله أفضل العدة على العدو وأقوى المكيدة في الحرب وآمرك ومن معك أن تكونوا أشد احترازا من المعاصي منكم من عدوكم من معاصي منكم من عدوكم. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു എഴുതുന്ന കത്തിനകത്തുള്ളത് ഇപ്രകാരം: